ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പോർക്ക് ബെല്ലി വെച്ചിട്ടൊരു റെസിപ്പിയാണ്. ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ഒരു പോർക്ക് ബെല്ലി റെസിപ്പിയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ബട്ടറും കുക്കിംഗ് ഓയിലും. ഞാൻ കുറച്ച് കൂടുതൽ ബട്ടറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ഒനിയൻ വേണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഒനിയൻ ആഡ് ചെയ്തത്. പിന്നെ നമുക്കതിലേക്ക് ക്യാപ്സിക്ക ആഡ് ചെയ്യണം. എൻ്റെ കയ്യിൽ ഫ്രഷ് ക്യാപ്സിക്ക ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഫ്രോസൺ ക്യാപ്സിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം തന്നെ ഉപ്പ്, പിന്നെ സാദാ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ അതുപോലെ കാശ്മീരി മുളക് പൊടി. ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുക്കറിൽ വേവിച്ച പോർക്ക് ബെല്ലി ആഡ് ചെയ്യാം. ഞാൻ അത് കുക്കറിൽ വേവിക്കാനായിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് കുരുമുളക് പൊടി കൂടുതൽ ആവശ്യമുണ്ട്. അതിനുശേഷമുള്ള ബാക്കിയുള്ള കുരുമുളക് പൊടി ഞാനിപ്പോഴാണ് ആഡ് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൽ ഒരു 80% വെള്ളം വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്യും. ഇനി നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് അതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആക്കുന്നത്. ആദ്യം തന്നെ ഒറിഗാനോ, പാപ്രിക്ക പൗഡർ, ലൈം ജ്യൂസ്, കുറച്ച് സോയാ സോസ്. ആദ്യം ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അത് ഇളക്കി എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ഫ്ലേവർ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മിക്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ചില്ലി സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ചില്ലി സോസ് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഗ്രേവി പരുവത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി പരുവത്തിലാണ് വേണ്ടതെങ്കിൽ ഈ സോസ് ഒന്ന് ഇളക്കി എല്ലായിടത്തും ഒന്നായി കഴിഞ്ഞ് കഴിയുമ്പോൾ വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം കേട്ടോ. പക്ഷേ ഞാൻ ഇന്ന് കുറച്ചും കൂടെ ഡ്രൈ സ്റ്റേജിലേക്ക് ആക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. കുറച്ചും കൂടെ നേരം ഇളക്കി കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലെത്തും. അതിലേക്ക് നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്